ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പ്രതീക്ഷയുടെ ഒരു ഉത്ഥാനം വീണ്ടും നാം അനുഭവിക്കുന്നു. സങ്കടങ്ങളൊക്കെ മാറിപ്പോകുകയാണ്. ഇരുണ്ട ദിനങ്ങളൊക്കെ അകന്നു പോകുകയാണ്. അടച്ചുവെച്ച കല്ലറകൾ പ്രതീക്ഷയുടെ ഉത്ഥാനത്തിന് വഴി തുറക്കുകയും ചെയ്യുന്നു. എല്ലാം അവസാനിച്ചു എന്ന് മനുഷ്യൻ കരുതി വിജയാഹ്ലാദത്തിലേക്ക് മടങ്ങുമ്പോൾ ഇനിയും ആഹ്ലാദിക്കുവാൻ സമയമുണ്ട്, സാഹചര്യമുണ്ട്, സന്ദേശമുണ്ട് എന്ന് ഒഴിഞ്ഞ കല്ലറ കൃത്യമായി സൂചിപ്പിക്കുന്നു. എത്ര കഠിനതയുടെ കല്ലുകൾ വെച്ചടച്ചാലും കാരുണ്യത്തെ അടച്ചു വെക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഓരോ ഉത്ഥാനവും നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ പ്രവൃത്തികൾ എത്ര വിസ്മയാവഹമാണ്. അതുതന്നെ ഈ ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കുമുള്ള വലിയ സന്ദേശമാണ് കർത്താവിൻ്റെ ഉത്ഥാനം. അതൊരു പ്രതീക്ഷയുടെ ഉത്ഥാനമാണ്, പ്രാർത്ഥനയുടെ ഉത്ഥാനമാണ്, പ്രവർത്തിക്കുവാനുള്ള പ്രേരണയുടെ ഉത്ഥാനമാണ്, ജീവിക്കുവാനുള്ളൊരു ഉത്ഥാനമാണ്. ഇനിയും അനുഗ്രഹങ്ങൾക്ക് കുറവില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഉത്ഥാനമാണ്. നഷ്ടങ്ങളുടെ ഇടയിലും കോട്ടങ്ങൾക്ക് നടുവിലും പരിക്കുകൾ വീഴുമ്പോഴും ജീവിതം തളർന്നു പോകുമ്പോഴും ഉത്ഥാനം വീണ്ടും നമ്മെ പ്രകാശിപ്പിക്കുകയാണ്. തളർന്നു പോകാതിരിക്കുവാൻ, വീണുടഞ്ഞു പോകാതിരിക്കുവാൻ, വാഴ്ത്തിയെടുത്ത ജീവിതത്തിന് നമ്മൾ അവകാശികളാണെന്ന് ഇതാ സ്വർഗത്തിലേക്ക് തൻ്റെ എല്ലാ അനുഗ്രഹങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മെ ക്ഷണിക്കുന്ന ക്രിസ്തുവിൻ്റെ ഉത്ഥാനം നന്നായി പഠിപ്പിക്കുന്നുണ്ട്. ഇനി അന്ധകാരത്തിന് ശക്തിയില്ല എന്ന് ഈ വെളിച്ചം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ കഠിനതകൾക്ക് ഇനി ആയുസ്സില്ല എന്ന് അത് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ മനുഷ്യൻ്റെ സ്വാർത്ഥത കൊണ്ട് മൂടിവെക്കുവാൻ സാധിക്കുകയില്ല. അതിനെ മത്സരബുദ്ധിയോടെ നേടിയെടുക്കുവാനും സാധിക്കുകയില്ല. ഓരോ വ്യക്തികളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെ പേരിൽ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തെ പൂഴ്ത്തിക്കളയുവാനും സാധിക്കുകയില്ല. മരണം വരെ അവർക്കവനെ കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ മരണത്തിനപ്പുറം ജീവനുണ്ട്, ജീവിതമുണ്ട്, ജീവിക്കാൻ പ്രേരണയുണ്ടെന്ന് ഉത്ഥാനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കുമുള്ളൊരു സന്ദേശമാണ് ഈ ഉത്ഥാനം. ഇനിയും ജീവിക്കാൻ അവകാശമുണ്ടെന്നുള്ള ബോധ്യപ്പെടുത്തൽ, പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരമുണ്ടെന്നുള്ള ബോധ്യപ്പെടുത്തൽ, സങ്കടങ്ങൾക്കതീതമായ സന്തോഷമുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ, പരിക്കേറ്റ മനുഷ്യന് പരിഹാരമുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ, വീണുപോയ മനുഷ്യന് ഇനിയും ജീവിതത്തിൻ്റെ വളർച്ചകളുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ, പ്രതീക്ഷകൾ അസ്തമിച്ച ജീവിതത്തിൽ പ്രകാശമുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ, എല്ലാം നഷ്ടമാണെന്ന് കരുതിയവർക്ക് നേട്ടങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന ഓർമ്മപ്പെടുത്തലുകൾ, അങ്ങനെ അനുഗ്രഹത്തിൻ്റെ ഒരു ഉത്ഥാനം നമുക്കുമുണ്ടാവട്ടെ. ജീവിക്കുന്ന എല്ലാവർക്കും ഒന്നിച്ചു പറയാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. നമ്മൾ തന്നെയാണ് ഈ ഉത്ഥാനം. ക്ഷമിക്കുവാൻ സാധിക്കുന്നിടത്ത് നമുക്കും പറയാം, ജീവിതത്തിൻ്റെ നന്മയിൽ ഉത്ഥാനം ചെയ്തിരിക്കുന്നു. ജീവിതത്തിൽ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുവാൻ സാധിക്കുന്നിടത്ത് നമുക്ക് പറയാം, ഉത്ഥാനം നമ്മളിൽ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഇരുളടഞ്ഞ ജീവിതങ്ങളോ പരിക്കേറ്റുപോയ കാര്യങ്ങളോ മുറിവേൽക്കപ്പെട്ട അനുഭവങ്ങളോ ഉണ്ടെങ്കിലും അതിൽ നിന്ന് മോചനം ലഭിക്കുവാൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, എന്നിലും ഈ നന്മയുടെ ഉത്ഥാനം ആരംഭിച്ചിരിക്കുന്നു. ഒഴുകിയ കണ്ണുനീരും ഉടഞ്ഞുപോയ ജീവിതങ്ങളുമൊക്കെ ഇനി അനുഗ്രഹത്തിന് വഴി തുറക്കുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ ആ ഉത്ഥാനം എന്നിൽ തന്നെ സംഭവിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് പറയാൻ സാധിക്കട്ടെ. അങ്ങനെ ഓരോ വ്യക്തികളിലും ഉണ്ടാവുന്ന പുനർജീവനും, ഓരോ വ്യക്തികൾക്കും ഉണ്ടാവേണ്ട അനുഗ്രഹത്തിനും, ഓരോ വ്യക്തികൾക്കും ഉണ്ടാവേണ്ട നന്മയുടെ സ്രോതസ്സിനും ഈ പുതിയ ദിനം, ഈ നല്ല ദിനം, അനുഗ്രഹത്തിൻ്റെ ദിനം, ഈ കൃപയുടെ ദിനം കാരണമാവട്ടെ. അങ്ങനെ ജീവിക്കുന്നവൻ്റെ പ്രേരണയും ജീവിക്കുവാനുള്ള പ്രകാശവും ഈ ഉത്ഥാനം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിനത്തിൻ്റെ നന്മകളും പ്രാർത്ഥനകളും. ആമേൻ.